സർ നമസ്കാരം. നമസ്കാരം. CPM എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ CPM സർക്കാർ നടത്തുന്ന പദ്ധതികളെല്ലാം തന്നെ ടെൻഡർ കൊടുത്തിരുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ഈ ഊരാളുങ്കൽ സൊസൈറ്റി CPMൻ്റെ അഴിമതികൾക്ക് പ്രേരക ശക്തിയായി നിൽക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു എന്ന് പലപ്പോഴും പല വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ വരെ അതിൻ്റെ ടെൻഡർ വരെ നൽകിയിരുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഊരാളുങ്കൽ സൊസൈറ്റി ആ ടെൻഡർ മറ്റാർക്കോ മറിച്ചു കൊടുത്തു എന്നുള്ളതും വാർത്തയായി പുറത്തു വന്നു. ഇപ്പോൾ പറയാനുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റി നേരിട്ട് നടത്തിയിരിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി വെച്ചുകൊടുത്ത വീടിൽ വിള്ളൽ കണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും നമ്മൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത്തരം വാർത്തകൾ വളരെ സജീവമായി നിലനിൽക്കുന്നു. പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നൊക്കെ പറയുന്ന അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ നടത്തുന്ന എല്ലാ കെടുകാര്യസ്ഥതയ്ക്കും സാമ്പത്തികമായി എല്ലാ ക്രമക്കേടുകൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു സംഘമായി മാറിയിരിക്കുന്നു ഊരാളുങ്കൽ സൊസൈറ്റി എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്താണ് സാറിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അതായത് ഊരാളുങ്കൽ സൊസൈറ്റിയെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പഠിച്ചിരുന്നു. പ്രമുഖരായ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ള സ്ഥലമാണ് ഊരാളുങ്കൽ എന്ന് ഞാൻ കൃത്യമായി അന്ന് മനസ്സിലാക്കിയിരുന്നു. അതായത് ആ ഊരാളുങ്കൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഉപയോഗിച്ച് ഇവിടെയുള്ള പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട, അതായത് ബിൽഡിങ്ങുകൾ പണിയുക, റോഡുകൾ പണിയുക, പാലങ്ങൾ പണിയുക, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കും ഇവർക്ക് ടെൻഡർ വിളിക്കാതെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ടെൻഡർ വിളിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്ത ടെൻഡർ. അവർക്ക് കൊടുത്തിരിക്കുന്നത് 411 വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി 300 കോടി രൂപയ്ക്കാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. 300 കോടി രൂപയ്ക്ക് യാതൊരു ടെൻഡറുമില്ലാതെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ 178 വീടുകൾ പണി പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രക്ഷകനായ പിണറായി വിജയൻ, ദുരന്തമുണ്ടായ ആളുകൾക്ക് രക്ഷകനായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ ഒരു നായകനെ എന്ന് പറഞ്ഞിട്ട് വലിയ പരസ്യങ്ങൾ ചെയ്തത്. 2026 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഇത് ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന വലിയ മാമാങ്കം നടത്തി അദ്ദേഹം വലിയ പരസ്യങ്ങൾ ചെയ്തത്. പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ചാനലുകളിലും പരസ്യം ചെയ്തു, വലിയ ചാനലുകളിലും പത്രങ്ങളിലും പരസ്യം ചെയ്തു. ഫ്രണ്ട് പേജ് പരസ്യമായി ഹിന്ദുവിന്റെയും ഹിന്ദുസ്ഥാൻ ടൈംസിന്റെയും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഡൽഹിന്റെ, അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും പിണറായി വിജയന്റെ വലിയ ഫോട്ടോ കൊടുത്തിട്ടാണ് കേരളത്തിൽ ഇതേപോലെ ഉള്ള ഭരണം ലോകത്തിലെവിടെയും ഇന്ത്യയിലെവിടെയും ഇല്ല, ഇത് മാതൃകാ ഭരണമാണ്, ഒരു ദുരന്തമുണ്ടായവർക്ക് കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചില്ലെങ്കിലും കേരള ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പരസ്യം. അതിന് ഏകദേശം 90 കോടിയോളം രൂപയാണ് ചെലവഴിച്ചത്. എന്നാൽ ഇവിടെ വീടുണ്ടാക്കാൻ 411 വീടുകളാണ് ഉണ്ടാക്കേണ്ടത്. ഒരു വീടിന്റെ അവര് എസ്റ്റിമേഷൻ കൊടുത്തത് 20 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 411 വീടുകൾക്ക് 82.2 കോടി രൂപയാണ് മൊത്തം വരുന്നത്. മറ്റു ഇൻഫ്രാസ്ട്രക്ചറുകൾക്കെല്ലാം കൂടിയാണ് അവർ കോട്ട് ചെയ്തിരിക്കുന്നത് 218.5 കോടി, 18.8 കോടി രൂപ. അതായത് 300 കോടി രൂപയാണ് ഇതിലൂടെ അവർ അടിച്ചെടുക്കുന്നത്. നമുക്കറിയാം, ആ വീട് കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ആവറേജ് മാക്സിമം പോയാൽ 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷം രൂപയുടെ വീട് 20 ലക്ഷം രൂപ അവർ കൊട്ടേഷൻ ഇട്ടിട്ടാണ് വർക്ക് ചെയ്ത്. ബാക്കി ഇൻഫ്രാസ്ട്രക്ചറിനും കൂടി ബാക്കി പൈസ, അവിടെ സ്കൂള് ഉണ്ടാക്കുന്നു, മറ്റുള്ള സംവിധാനമുണ്ട്, കോർട്ട് ഉണ്ടാക്കുന്നു, കോർട്ട് എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കുന്നു, അങ്ങനെ തുടങ്ങിയുള്ള സംവിധാനങ്ങൾക്കാണ്. ഏതൊക്കെ തരത്തിലും തിരിച്ചും മറച്ചും ഇതാക്കിയാലും ഏറ്റവും എക്സ്പേർട്ടായ ആളുകൾ പണിയെടുത്താലും മാക്സിമം പോയാൽ 10 ലക്ഷം വീതമുള്ളത് 15 ലക്ഷം കൂട്ടാം. നമുക്ക് 15 ലക്ഷം കൂട്ടി കഴിഞ്ഞാൽ തന്നെ അവർ 60 കോടി രൂപയാണ് മൊത്തം വരുന്നത് 400 വീടുകൾക്ക്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാം കൂടെ ഒരു 10-20 കോടിയോ 30 കോടിയോ പോട്ടെ 100 കോടി കിട്ടിയാലും ബാക്കി 200 കോടി രൂപ ക്ലീൻ ആയിട്ട് അവർ തട്ടിയെടുത്തു. ഈ രൂപത്തിലാണ് കേരളത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റി വഴി തട്ടിപ്പുകളെല്ലാം നടക്കുന്നതും പണ ഇടപാടുകൾ നടക്കുന്നതും. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ
നേതാക്കന്മാരുടെ സ്രോതസ്സാണ്. ഇലക്ഷനൊക്കെ ഉള്ള ഫണ്ടുകളും മറ്റൊക്കെ ഇതേ വഴിയാണ് അവരുണ്ടാക്കുന്നത്. അപ്പം ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കറവ പശുവാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഒരു മുണ്ടക്കൈ ദുരന്തത്തിൽ 780 കോടി രൂപയാണ് പിരിഞ്ഞു കിട്ടിയത്. അതിൽ മൊത്തത്തിൽ 60 കോടി ചെലവഴിച്ചാലും ബാക്കി പണം 300 കോടി പറയുന്നതിൽ 240 കോടിയും ബാക്കി 300 കോടി ഒഴിച്ചാൽ 450 കോടിയും ബാലൻസ് ഉണ്ട്. ഈ പണം എവിടെ? ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇതിലൊക്കെ വൻ തട്ടിപ്പാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട് നിർമ്മാണത്തിലുള്ള അപാകതകളാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വീടുകൾ കൈമാറി എന്നാണ്. ഇപ്പോൾ പറയുന്നത് 40 വീടുകളെ കൈമാറിയിട്ടുള്ള, ബാക്കി വീടുകളെ പണി പൂർത്തിയാക്കില്ലെന്ന് ഇന്ന് രാജ്യൻ മന്ത്രി പറയുന്നത്, റവന്യൂ മന്ത്രി പറയുന്നത്. ലീക്കേജ് മാത്രമാണെന്ന് പറയുന്നത്. മാത്രമല്ല, അത് ലീക്കേജ് മാത്രമല്ല, ലീക്കേജ് എന്ന് പറയുന്നത് തന്നെയല്ലേ വിള്ളൽ ഉണ്ടായിട്ടുള്ളേ ലീക്കേജ് ഉണ്ടാവുന്നത്. വെള്ളം പുറത്തേടുന്നത് ഉള്ളിൽ കൂടെ വെള്ളം ചാടി കഴിഞ്ഞാൽ ലീക്കേജ് ഉണ്ടായിട്ടല്ലേ, വിള്ളൽ ഉണ്ടായിട്ടല്ലേ വെള്ളം അകത്തേക്ക് ചാടുന്നത്. അപ്പൊ ഇവരുണ്ടാക്കിയ വീടിന്റെ പൊസിഷൻ എന്താണ്? ആ വീട് ഒരു ശവകുടീരം മാതിരിയുള്ള വീടാണ്. ഏത് സമയത്തും പൊട്ടിപ്പൊളിഞ്ഞ് വീഴാം. അല്ല സാർ, അതിൽ വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഈ മുണ്ടക്കൈ ദുരന്തം എന്ന് പറയുമ്പോൾ 2-3 ഗ്രാമങ്ങൾ അവിടെ വാഷ് ഔട്ട് ചെയ്ത് പോയി. ഇനിയും ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് താമസിക്കാൻ വീട് വെച്ചു കൊടുക്കുമ്പോൾ വീണ്ടും ഭീഷണിയുടെ മുൻപിലേക്ക് അവർ താമസിക്കാൻ കൊണ്ട് ചെന്നാക്കുന്നത് അതല്ലേ? കാരണം ഈ വീട് വിള്ളലാണെന്നുണ്ടെങ്കിൽ ഇനി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? അതായത് മുമ്പ് അവർക്ക് അറിയില്ലായിരുന്നു മുണ്ടക്കയിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടാവുന്നുള്ളത്. അവര് സ്വസ്ഥമായിട്ട് ജീവിച്ചത്. ഇതിപ്പം ഇവിടെ ജീവിക്കാൻ വരുന്നവർക്ക് ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം എന്നുള്ള അവസ്ഥയിലുള്ള വീടാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് ഏത് സമയത്തും പൊട്ടിപ്പൊളിഞ്ഞു വീഴാം എന്നുള്ളതിന് തെളിവ് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇതിലൂടെ തട്ടിപ്പ് മാത്രമല്ല, ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുകയാണ് പിണറായിയും സംഘവും. മാത്രമല്ല, ഇതിന്റെ ഇലക്ട്രിക്കൽ വർക്കോ മറ്റുള്ള വർക്കുകളോ ഒന്നും തീർക്കാതെയാണ് അവരവിടെ ഉദ്ഘാടനം നടത്തിയത്. അപ്പൊ പിണറായി വിജയൻ കാണിക്കുന്ന കള്ളത്തരങ്ങളുടെ യഥാർത്ഥ രൂപമാണ് ഇപ്പം മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് സ്മൃതി പരുത്തിക്കാട് കൃത്യമായി ഒരു പോസ്റ്റ് ചെയ്യുകയും വളരെ ശക്തമായ രൂപത്തിൽ വിമർശിക്കുകയും ചെയ്തതോടുകൂടി സ്മൃതി പരുത്തിക്കാടിനെ വി.ഡി. സതീശന്റെ വെപ്പാട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വളരെ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അതിനൊന്നും യാതൊരു മടിയും CPM പ്രവർത്തകർക്കില്ല. കാരണം സൈബർ കമ്മികൾക്കില്ല. സ്മൃതി പരുത്തിക്കാട് ഇടതുപക്ഷത്തിന്റെ വലിയ പ്രവർത്തക തന്നെയാണ്. അവര് യാതൊരു തർക്കവുമില്ല. കാരണം റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇടതുപക്ഷത്തിന്റെ വക്താവാണ്, ഇടതുപക്ഷത്തിന്റെ ചിന്താഗതിക്കാർ തന്നെയാണ് അവര്. അല്ല, അവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഒരാള് കോൺഗ്രസ്സുകാരാവണം, ഒരാള് കമ്മ്യൂണിസ്റ്റുകാരനാവണം, ഒരാള് BJP-കാരനാവണം, ഒരാള് ലീഗുകാരനാവണം. ഇങ്ങനെ 4-5 കാറ്റഗറി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണം. അവര് പറയും പോലെ, ഓരോരുത്തരും പറയുന്ന പോലെ അവരെക്കാൾ ഈ തീവ്രതയോടെ പറയുക, എന്നിട്ട് ആ വഴിക്ക് എല്ലാ പാർട്ടികളെയും പിന്തുണ നേടിയെടുക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് എഡിറ്റേഴ്സ് മീറ്റിംഗിൽ അവർ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്മൃതി പരുത്തിക്കാടിനെ കോൺഗ്രസ്സുകാരിയാക്കി ഇപ്പോൾ യഥാർത്ഥ കോൺഗ്രസ്സുകാരിയായിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വി.ഡി. സതീശൻ എന്താവണം, മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ആളാന്നിട്ട് ഞാൻ ഇന്നലെ വായിച്ചിരുന്നു. അപ്പോ അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു പോസ്റ്റാണ്, FB പോസ്റ്റാണ്. അതേപോലെ ഉള്ളതാണ് സ്മൃതി പരുത്തിക്കാടിനെ സൈബർ കമ്മികളെല്ലാം കൂടി കൂട്ടിയിട്ട് എന്താക്കിയിരിക്കുകയാണ്, വെപ്പാട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് ആരുടെ, വി.ഡി. സതീശന്റെ. അതിന് കാരണം വീട് നിർമ്മാണത്തിലുണ്ടായ അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയും അതുവഴി അവിടെ വിള്ളലുണ്ടായ കാര്യങ്ങളെയൊക്കെ കുറിച്ച് കൃത്യമായി പറയാം, അതിലൂടെ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് കൃത്യമായി വിളിച്ചു പറയുകയും ഊരാളുങ്കൽ സൊസൈറ്റി വഴി ഇത്തരം തട്ടിപ്പുകൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയും നേതാക്കന്മാരും ചെയ്യുന്നത് എന്നും കൃത്യമായി അവർ അടിവരിട്ട് പറയുകയുണ്ടായി. അപ്പൊ അവര് പറഞ്ഞത് 100% സത്യസന്ധമാണെന്ന് ആണ് ഈ 2-3 ദിവസങ്ങൾ കൊണ്ടുണ്ടായ കൃത്യമായ വിഷ്വൽ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുന്നത്. കാരണം വീടുണ്ടാക്കിയത് ഒരാൾക്ക് കയറി താമസിക്കാൻ പറ്റാത്ത, ഒരു മൃഗങ്ങൾക്ക് പോലും കയറി താമസിക്കാൻ പറ്റാത്ത അത്ര ചോർച്ച ഉണ്ടാകുന്ന, ഏത് സമയത്ത് അപകടം ഉണ്ടാകാവുന്ന, മനുഷ്യര് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വീടാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തട്ടിക്കൂട്ടി പെട്ടെന്നൊരു വാർത്തയാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ നേട്ടങ്ങൾ, വികസനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യം മാത്രമായിട്ടാണ് ഇപ്പൊ ജനങ്ങൾ അതിനെ വിലയിരുത്തുന്നത്. അല്ല, LDF അല്ലാതെ മറ്റാരുണ്ട് എന്നല്ലേ പറഞ്ഞത്? അതായത് ഈ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ LDF അല്ലാതെ വേറെ ആരുണ്ടെന്നാണ് അദ്ദേഹം എഴുതി പിടിപ്പിച്ച് വലിയ ഫോട്ടോയും കൊടുത്തത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്ത വഴി ജനങ്ങൾ വെറുക്കപ്പെട്ട ആ മേധാവിനെ ഒന്നും കൂടി കാണുകയും അദ്ദേഹത്തിനെതിരെ പോയി വോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പലരും അത് എന്നോട് പറയുണ്ടായി. എന്താണ്, പെരുമ്പളം ദ്വീപിലേക്ക് ഒരു പാലം ഉണ്ടാക്കി, ഇന്നേ വരെ പാലത്തിന് പണി പൂർത്തിയായിട്ടില്ല. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു.
ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അതിന്റെ തട്ടിപ്പ് എങ്ങനെയാണ്? അത് കൃത്യമായി പറയുകയാണെങ്കിൽ 70 കോടി രൂപയ്ക്ക് നേരത്തെ ഒരു കൊട്ടേഷൻ വർക്ക് ചെയ്യുന്ന കമ്പനി കൊടുത്തിരുന്നു. പിന്നീട് ഊരാളുങ്കലിന് കൊടുത്തത് 100 കോടി രൂപയ്ക്കാണ്. പിന്നെ വീണ്ടും അത് മാറ്റി 120 കോടി രൂപയ്ക്ക് മാറ്റി. കൊട്ടേഷൻ ഒന്നും ഇല്ലാതെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൊട്ടേഷൻ ഇല്ലാതെ സുഗമമായിട്ട് ഇഷ്ടപ്രകാരം അവർ പറയുന്ന എമൗണ്ട് കൊടുത്ത് വെച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെയ്യുന്നത്, തട്ടിപ്പടത്തുന്നത്. ഊരാളുങ്കൽക്ക് എല്ലാ പദ്ധതികൾക്കും ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുകയാണ് പിണറായി വിജയൻ. അതായത് ഊരാളുങ്കൽ പിണറായി വിജയന്റെയും സിൽബന്തികളുടെയും ഒരു സംഭവമാണ്. അത് അവരെ കൈവശമുള്ള സാധനമാണ്. അത് ബിനാമി ഇടപാടുകളുടെ ഇതിന്റെ ഫണ്ട് ബാക്കിയുള്ള വിദേശത്തെത്തുന്നു. ഇതാണ് പരിപാടി. അപ്പൊ ഇത് ഇവർക്ക് നിയമത്തിന്റെ വഴി കൂടെ കിട്ടുന്ന പണം ഈ വഴിക്ക് മാറ്റി അവർക്ക് പാർട്ടിയുടെ പ്രവർത്തനത്തിനും അതേപോലെ ഇതേപോലെയുള്ള ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ ആവശ്യത്തിനും പിന്നെ അതാത് ആളുകൾക്ക് പൈസ കട്ടുപിടിക്കാനും വേണ്ടിയുള്ള ഒരു ഉപാധി, ഒരു വഴി മാത്രമാണ് ഊരാളുങ്കൽ. അവരുടെ തികച്ചും സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് വേണ്ടി ഒരു ബാനർ. എന്തായാലും ഈ വീടുകൾ 170 ഇതുവരെ 413 വീട് ഉണ്ടാക്കിയിട്ടില്ല. ഏറ്റവും ആദ്യം 178 വീടിൽ 40 വീടേ റെഡി ആയിട്ടുള്ളൂ എന്ന് ഇപ്പം മന്ത്രി പറയുന്നത്. മറ്റേ വീട് പൊട്ടിപ്പൊളിഞ്ഞ വീടൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. 40 വീടേ കൊടുത്തുള്ളൂ. ആ 40 വീട് താമസിക്കാനുള്ള എന്നുണ്ടായിട്ടില്ല, സൗകര്യങ്ങളൊന്നും ഒരുക്കിയില്ല. ഇലക്ട്രിക്കൽ വർക്കോ പ്ലംബിംഗ് വർക്കോ മറ്റു വർക്കുകളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. അവരിതുവരെ ആരും തന്നെ 178 വീടുകളിൽ പോയി താമസിച്ചിട്ടില്ല. സാർ, ഇതിൽ ഒരു വിരോധാഭാസം എന്നുള്ള ഒരു കാര്യം ഞാനൊന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ. ഈ വയനാട്ടിൽ ഇത്തരം കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് ഈ ഉദ്ഘാടന മാമാങ്കം നടക്കുമ്പോൾ അവിടുത്തെ MLA ടി സിദ്ദിഖ് വരുന്ന സമയത്ത് അദ്ദേഹത്തെ കൂവി വിടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീടുകൾക്കൊക്കെ വിള്ളൽ ഉണ്ട് എന്നറിയുമ്പോൾ അത് പൊതുജന ചർച്ച ചെയ്യുമ്പോൾ ആ കൂവലൊക്കെ യഥാർത്ഥത്തിൽ ആർക്കുള്ളതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. അതേ കുറെ ആളുകളെ കൊണ്ടുവച്ചിട്ട് ടി സിദ്ദിഖ് MLA വരുമ്പോൾ കൂവി വിളിക്കാൻ ഏർപ്പാട് ചെയ്തു പിണറായി. കാരണം ടി സിദ്ദിഖായിരുന്നു ആ ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ രാത്രി എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. കനത്ത മഴയ്ക്കിടയിലാണ് അദ്ദേഹം അവിടെ എത്തുകയും എല്ലാവരെയും സംഘടിപ്പിച്ച്, കോൺഗ്രസ്സുകാരെ എല്ലാം സംഘടിപ്പിച്ച്, അദ്ദേഹം UDF കംപ്ലീറ്റ് സംഘടിപ്പിച്ച് ഒരു ജാതി മതം നോക്കാതെ എല്ലാം അവിടെ ആ രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുത്തത്. അത് മറക്കാനാവാത്ത കാര്യമാണ്. ആ ആളെയാണ് പിണറായി വിജയൻ പങ്കെടുത്ത ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ കൂക്ക് വിളിക്കാൻ ഏർപ്പാട് ചെയ്തത്. പിണറായി വിജയന്റെ സംസ്കാരമാണ് ഇത് കാണിക്കുന്നത്, അല്ല വേറൊന്നുമില്ല. ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും കാണിക്കാതെ അന്നത് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ കാലം കൊടുത്ത് തിരിച്ചടി എന്ന് വേണം. കാലത്തിന്റെ കാവ്യനീതി എന്ന് കൃത്യമായി പറയുന്ന പോലെയാണ് ഇപ്പോൾ സംഭവം നടന്നത്. പിണറായി വിജയന്റെ ഉള്ളിലിരിപ്പ് പോലെ തന്നെ ജനങ്ങൾക്ക് നല്ല വീട് കിട്ടരുത്, ഇടിഞ്ഞു പൊളിഞ്ഞ വീടായിരിക്കണം, കുറേ കൂടെ മരണങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവാണ് പിണറായി വിജയന്റെ യഥാർത്ഥ സ്വരൂപമാണ് ഈ വീടുകളുടെ നിർമ്മാണം വഴി ഉണ്ടായിരിക്കുന്നത്. ഈ അതായത് 750 കോടി രൂപ കൈ കിട്ടിയ ഓരോരുത്തർക്കും 1 കോടി രൂപ വീതം കൊടുത്താൽ തന്നെ കൃത്യമായിട്ട് ബാക്കി പൈസ ഉണ്ടാവും. അവർക്കൊരു കൃത്യമായ പുനരധിവാസം അതിലൂടെ സാധിക്കും. അവർക്ക് സ്വന്തമായി വീട് അവർ കണ്ടെത്താം, കൃഷിയിടം കണ്ടെത്താം, ജോലി കണ്ടെത്താം. അപ്പൊ 411 പേര് ഇനി ബാക്കിയുള്ളൂ എന്നാണ് പറയുന്നത്. 411 കുടുംബം, ഓരോ കുടുംബത്തിനും 1 കോടി ഉൾപ്പെടുത്താം. അവർക്ക് സ്വന്തമായി കണ്ടെത്തിക്കൂടാമായിരുന്നു. അവർക്ക് സ്വന്തമായി വീട് കണ്ടെത്താം, വാടക കൊടുക്കണ്ട. മാത്രമല്ല അവർക്ക് കൃഷിയിടവും സ്വന്തമായിട്ട് കിട്ടും. അവർക്ക് ഉണ്ടാക്കാൻ പറ്റും, വലിയ വിലയില്ല വയനാട്ടില്. അവർക്ക് സുഖമായി ജീവിക്കാനുള്ള, കാലാകാലത്തിൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യം കിട്ടുമായിരുന്നു. അല്ല, അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഈ തുക കൊടുത്തത്. ജനങ്ങൾ ഇത്രയും ബാക്കി 415 കോടി കഴിഞ്ഞാൽ ബാക്കി 370, 368 കോടി, 69 കോടി ബാലൻസ് ഉണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കായിരുന്നു. ഇപ്പൊ 750 കോടിയില്ല, വീടും ഇല്ല, ജനങ്ങൾ കയറി താമസിക്കാനും പറ്റാത്ത അവസ്ഥ കൂടിയായി എന്നുള്ളതാണ് സത്യം. എന്തായാലും പിണറായി വിജയന്റെ കറുത്ത മുഖത്തിന്റെ ചോര കുടിക്കാനുള്ള അതേ ഡ്രാക്കുളയുടെ മുഖം തന്നെയാണ് ഇപ്പോഴും തെളിഞ്ഞു കാണുന്നത് ഈ വീട് നിർമ്മാണത്തിലും. അതേപോലെ ഇനി വീട്ടിൽ അവർ താമസിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തത്തിലും അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെ തന്നെയാണ്. അതെ, ഈ ഊരാളുങ്കലിന്റെ ഈ വിള്ളല് CPM-നകത്ത് വലിയ വിള്ളലുകൾ തന്നെ കാണിച്ചിരിക്കുന്നത്, ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടാക്കിയ വലിയ വിള്ളലായിട്ട് എന്ന് നിലനിൽക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ആളിക്കത്താൻ പോകുന്ന ഒരു പ്രസ്ഥാനമായി CPM മാറാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ തട്ടിപ്പാണ് ഈ വീട് നിർമ്മാണം എന്ന് നമുക്ക് പറയാൻ പറ്റും.